പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരി ജോർജ് ഉണ്ണൂണിയുടെ കൊലപാതകത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. തെങ്കാശിയിൽ നിന്ന് പ്രതികളായ മരുമകനെയും ബാലസുബ്രഹ്മണ്യനെയും പിടിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് പ്രതികളെ പത്തനംതിട്ടയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നു. മോഷണമാണ് കൊലപാതകത്തിനുള്ള കാരണം എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഇപ്പോൾ ഈ മരുമകനും അതോടൊപ്പം തന്നെ ഈ പിടിയിലായിരിക്കുന്ന ബാലസുബ്രഹ്മണ്യനും ആണ്. അതിനെതിരെ എന്തൊക്കെ തെളിവുകളാണ് പോലീസിന്റെ കയ്യിലുള്ളത്? കഴിഞ്ഞ മാസം 30-ാം തീയതി പകലാണ് ജോർജ് ഉണ്ണുണ്ണി എന്ന 70-കാരൻ കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ തന്നെ കൈകാലുകൾ ബന്ധിച്ച് വായിൽ തുണി തിരികിയ നിലയിലായിരുന്നു മൃതശരീരം കണ്ടെത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് തെങ്കാശി സ്വദേശികളായ 2 പേരെയാണ് ഏറ്റവും ഒടുവിൽ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇവരെ കഴിഞ്ഞ രാത്രി തന്നെ പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പത്തനംതിട്ടയിൽ എത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ്. തെങ്കാശി സ്വദേശികളായിട്ടുള്ള മുരുകൻ അതോടൊപ്പം തന്നെ ബാലസുബ്രഹ്മണ്യൻ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇവരുടെ 2 പേരുടെയും ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കൊടും കുറ്റവാളികളാണ് എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സംഘത്തിൽ 3 പേരാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ മൂന്നാമനായ ആൾ പത്തനംതിട്ട കുലശേഖരപതി സ്വദേശിയായ ഓട്ടോ ഡ്രൈവറാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന വിവരം. ഇയാളും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. 3-അംഗ സംഘം സാമ്പത്തിക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൊലപാതകം നടത്തുക എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ 3 പേരും പരിചയപ്പെടുന്നത് തമിഴ്നാട്ടിൽ ജയിൽവാസം അനുഭവിച്ച വേളയിലാണ് എന്നും പോലീസിൽ നിന്നും നമുക്ക് അനൗദ്യോഗികമായ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. പ്രതികളെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപാകെ കാണിക്കുമെന്നതിൽ വ്യക്തതയില്ല. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൊലപാതകം നടന്ന ഏറെക്കുറെ ഒരാഴ്ച പിന്നിടുന്ന വേളയിലാണ് നിർണായക നീക്കത്തിലൂടെ പോലീസ് പ്രധാനപ്പെട്ട പ്രതികൾ 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തത്.